എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡിസംബർ 26 ഭാരത സർക്കാർ വീര ബാലദിനമായിട്ട് പ്രഖ്യാപിച്ച ദിവസമാണ്. അതിനൊരു കാരണമുണ്ട്. ഞാൻ ചെറുപ്പന്നേ സംഘശാഖയിൽ കേട്ട് വളർന്ന ഒരു കഥ. ഗുരു ഗോവിന്ദ സിംഹൻ്റെ മക്കൾ സൊരാവർ സിംഗും ഫത്തേ സിംഗും രണ്ടുപേരുടെ ബലിദാനത്തിൻ്റെ കഥ. ഗുരു ഗോവിന്ദ സിംഹൻ ഔറംഗസീബ് ചക്രവർത്തിയുടെ മുഗള ഭരണത്തിനെതിരായിട്ട് പടപൊരുതിയ ആളാണ്. സിഖ് സമൂഹത്തിനെ നയിച്ച സിഖുകാരുടെ 10ാമത്തെ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഗുരു തേജ് ബഹദൂർ അദ്ദേഹത്തെ മുഗളന്മാർ വളരെ ക്രൂരമായിട്ട് വധിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഗുരു ഗോവിന്ദ സിംഹൻ വളരെ ചെറുപ്പന്നേ തന്നെയാണ് സിഖ് സമൂഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത്. തുടർച്ചയായിട്ടുള്ള യുദ്ധങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള യാത്രകളുമാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മാതാ ജിതോജി, അദ്ദേഹത്തിന് 4 മക്കളുണ്ടായിരുന്നു. ഈ മക്കളും യുദ്ധത്തിൽ പങ്കാളികളായിരുന്നു. ഒരിക്കൽ ആനന്ദപൂർ സാഹിബ് അവിടുത്തെ കോട്ടയിൽ ഇവർ ബന്ധിതരായി. ആ കോട്ട മുഗള സൈന്യം വളഞ്ഞു. അപ്പോൾ അവർക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ആ കോട്ടയിലുള്ള ഭക്ഷണത്തിൻ്റെ അളവും കുറഞ്ഞു. ഒടുവിൽ നിവൃത്തിയില്ലാതെ മുഗളന്മാരുമായിട്ട് സന്ധി ചെയ്യാൻ തീരുമാനിച്ചു ഗുരു ഗോവിന്ദ സിംഹൻ. അപ്പം മുഗളന്മാർ ആ കോട്ട ആനന്ദപൂർ സാഹിബ് അവർക്ക് വിട്ടുകൊടുക്കണം, എങ്കിലും നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ നിന്ന് പോകാം എന്നൊരു സന്ധിയിൽ അവരെത്തി. ഗുരു ഗോവിന്ദ സിംഹന് അപ്പോഴും സംശയം ഉണ്ടായിരുന്നു ഇവരെ. അപ്പോൾ ആനന്ദപൂർ സാഹിബിൽ നിന്ന് അവർ പുറപ്പെട്ട് അവർ തിരിച്ചു പോവുകയാണ്. ആ പോകുന്ന സമയം അവർ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പം പതിവ് പോലെ മുഗളന്മാർ അവരുടെ ചതി പ്രയോഗിച്ചു. അവരിവരെ ആക്രമിക്കാനായിട്ട് പിന്തുടർന്നു. ഈ സമയത്ത് ആ സൈന്യം, സിഖ് സൈന്യവും അവിടെ കൂടെ ഉണ്ടായിരുന്ന കുടുംബാംഗങ്ങളുമെല്ലാം വേർപിരിഞ്ഞു പോയി. ആ സമയം ഗുരു ഗോവിന്ദ സിംഹൻ്റെ ഇളയ മക്കളായ സൊരാവർ സിംഗും ഫത്തേ സിംഗും അവരുടെ മുത്തശ്ശിയായിട്ടുള്ള മാതാ ഗുജ്രിയുടെ ഒപ്പം വേറൊരു വഴിക്ക് നീങ്ങിയവർ. അപ്പോൾ അവർ അവിടെ ഉണ്ടായിരുന്നു. നദി കടന്നപ്പോൾ അവർ സുരക്ഷിതരായെന്ന് വിചാരിച്ചു. ആ ഗ്രാമത്തിൽ അവരുടെ പാചകക്കാരനായിട്ടുള്ള ഗംഗു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളുടെ വീട്ടിലാണ് അവർ അഭയം തേടിയെത്തിയത്. ഗംഗു അവർക്ക് വേണ്ട അഭയം കൊടുത്തു. പക്ഷേ ഗംഗു അവരെ ചതിച്ചു. ഗംഗു അവരെ മുഗളന്മാർക്ക് ഒറ്റുകൊടുത്തു. അവർക്ക് പിടിച്ചു കൊടുത്തു. ഇവരെയും, ഈ മുത്തശ്ശിയെയും ഈ 2 കുട്ടികളെയും ഗംഗു മുഗളന്മാർക്ക് പിടിച്ചു കൊടുത്തു. അവർക്ക് വളരെ സന്തോഷമായി. കാരണം ഗുരു ഗോവിന്ദ സിംഹൻ്റെ മക്കളാണല്ലോ അവർക്ക് കിട്ടിയത്. ഗുരു ഗോവിന്ദ സിംഹൻ്റെ അമ്മയുമാണ് കൂടെയുള്ളത്. അവരുടനെ തന്നെ ഇവരെ തടവിലാക്കി ഇവരെ സർഹിന്ദിലേക്ക് കൊണ്ടുപോയി. സർഹിന്ദിൽ വാസിം ഖാൻ എന്ന് പറഞ്ഞ ആളായിരുന്നു അവിടുത്തെ നവാബ്. അയാൾക്ക് ഇവരെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. കാരണം മുഗള സൈന്യത്തിന് വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഗുരു ഗോവിന്ദ സിംഹൻ. ആ ഗുരു ഗോവിന്ദ സിംഹൻ്റെ മക്കളെയാണ് കയ്യിൽ കിട്ടിയത് എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ അദ്ദേഹത്തിന് സന്തോഷമായി. ഈ 3 പേരെയും അവരവിടെ ഒരു വലിയ ടണ്ടാ ബംഗ്ലാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പാർപ്പിച്ചു. ആ ടണ്ടാ ബംഗ്ലാവ് എന്ന് പറയുന്നത് വേനൽക്കാലത്ത് ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു തണുപ്പ് നിറഞ്ഞൊരു കെട്ടിടമാണ്. ഇവർ പോയ സമയമാണെങ്കിൽ തണുപ്പുള്ള സമയമാണ്. ആ തണുപ്പ് വളരെ അതികഠിനമായ തണുപ്പ് സഹിച്ചാണ് അവരവിടെ കഴിഞ്ഞത്. അടുത്ത ദിവസം മക്കളെ 2 പേരെയും വാസിം ഖാൻ്റെ മുമ്പിൽ ഹാജരാക്കിയവർ, സൊരാവർ സിംഗും ഫത്തേ സിംഗും. 2 പേർക്കും വളരെയധികം പ്രലോഭനങ്ങൾ നൽകിയവർ. മതം മാറി കലാമ ചൊല്ലിയാൽ അവർക്ക് രാജകീയമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവർ വാഗ്ദാനം ചെയ്തു. ആ പിഞ്ചു ബാലന്മാർ 2 പേരും പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ ധർമ്മം വിട്ടുവരില്ല, മതം മാറുന്ന പ്രശ്നമേ ഇല്ല എന്ന്. വീണ്ടും പലതരം പ്രലോഭനങ്ങൾ അവരുടെ മുമ്പിൽ വെച്ചു. പക്ഷെ അവരൊന്നിനും വഴങ്ങിയില്ല. കൊച്ചുകുട്ടികളാണെന്ന് ഓർക്കണം.
കൊച്ചുകുട്ടികൾ മധുരപാലകാരം കിട്ടിയാൽ പല വഴങ്ങുന്നതാണ് പലരും. പക്ഷേ അതിനു പോലും ഇവർ വഴങ്ങിയില്ല. അവർ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞു. ഒടുവിൽ സഹികെട്ട് വാസിം ഖാൻ അവരെ വധിക്കാൻ ആജ്ഞാപിക്കുകയാണ്. ആ വധത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവിടെ പണിയുന്ന മതിലിനോട് ചേർത്ത് ഇഷ്ടിക കെട്ടി അതിനുള്ളിലാക്കി കൊല്ലുക എന്നുള്ളതായിരുന്നു ആ വധശിക്ഷ. ഈ രണ്ട് കുട്ടികളെയും നിർത്തി അവർക്ക് ചുറ്റും ഇഷ്ടിക വെച്ച് കെട്ടാൻ തുടങ്ങി. ഓരോ ഉയരം വരുമ്പോഴും അവർ ചോദിക്കും, മതം മാറാൻ തയ്യാറുണ്ടോ? ഈ കുട്ടികളില്ല എന്ന് ഉറച്ചു പറയും. അങ്ങനെ ആ ഇഷ്ടിക കെട്ടി അവർ രണ്ടുപേരും മൂടുന്ന തലത്തിലേക്ക് എത്തി. ആ സമയം അവർ രണ്ടുപേരും ശ്വാസം ലഭിക്കാതെ അവിടെ ബോധം കെട്ട് വീണു അതിനകത്ത്. ആ വീണതിൻ്റെ ആഘാതത്തിലാണെന്ന് തോന്നുന്നു ആ കെട്ടിയ ഇഷ്ടിക മുഴുവൻ പൊളിഞ്ഞു താഴെ വീണു. അപ്പോൾ വസീം ഖാൻ അവരെ ഗളച്ഛേദം ചെയ്ത് കൊല്ലാനായിട്ട് ആജ്ഞാപിച്ചു. അങ്ങനെ അവരെ ഗളച്ഛേദം ചെയ്ത് കൊല്ലുകയായിരുന്നു ആ ദുഷ്ടനായ ഭരണാധികാരി. ഇതായിരുന്നു മുഗള ഭരണത്തിൻ്റെ നമ്മളോട് ചെയ്തിട്ടുള്ള അനീതി മുഴുവൻ. അവർ കൊച്ചുകുട്ടികളാണെന്ന് പോലും ഓർത്തില്ല. ആ കുട്ടികളെ വരെ വധിക്കാനായിട്ടാണ് അവർ ശ്രമിച്ചത്. ഇപ്പോൾ വളരെ ചെറുപ്രായത്തിൽ, അതിൽ സൊറാവർ സിംഗിന് 9 വയസ്സും ഫത്തേ സിംഗിന് 6 വയസ്സുമായിരുന്നു എന്ന് ആലോചിക്കണം. അങ്ങനെയാണ് അവരെ വധിക്കുന്നത്. അത് വധിച്ചത് 1705 ഡിസംബർ 26-ാം തീയതിയാണ്. അപ്പം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ധർമ്മത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ബലിദാനികളായിട്ട് 2 പിഞ്ചു ബാലന്മാരെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദിവസം വീരബാല ദിവസം എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. ഈ ബലിദാനം നമ്മളെല്ലാവരും ഓർക്കേണ്ടതാണ്, നമുക്ക് പ്രേരണയാകേണ്ടതാണ്. ഇനിയും നമ്മുടെ ധർമ്മത്തിനും രാഷ്ട്രത്തിനും വേണ്ടിയിട്ട് ജീവിക്കേണ്ടതും ജീവൻ വെടിയേണ്ടതും ഉള്ളവർക്കും പ്രേരണയായി തീരണം ഈ പിഞ്ചു ബാലന്മാരുടെ കഥ. അതാണ് വീരബാല ദിനം. അതിനുശേഷം ഗുരു ഗോവിന്ദ സിംഹൻ അതിനുള്ള പ്രതികാരം ചെയ്തു. അദ്ദേഹം ബന്ദാ ബൈരാഗിയാണ് വസീം ഖാൻ എതിരായിട്ട് അയച്ചത്. ബന്ദാ ബൈരാഗി വസീം ഖാനെ ആക്രമിച്ച് വസീം ഖാനെ വധിച്ചു. ആ സർഹിന്ദ് തിരിച്ചു പിടിച്ചു. ഈ കുട്ടികളുടെ വധശിക്ഷ കേട്ട്, മരണം കേട്ടിട്ട് മനം നൊന്ത് അവരുടെ മുത്തശ്ശിയും മരിച്ചുപോയി. അങ്ങനെ ഗുരു ഗോവിന്ദ സിംഹൻ്റെ എല്ലാം മൂത്ത 2 മക്കളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, ഭാര്യ കൊല്ലപ്പെട്ടു. അങ്ങനെ ധർമ്മത്തിന് വേണ്ടിയിട്ട് എല്ലാം ത്യജിച്ച, എല്ലാം സമർപ്പിച്ച വ്യക്തിത്വമായിരുന്നു ഗുരു ഗോവിന്ദ സിംഹൻ. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു യഥാർത്ഥ ഹിന്ദു ആകണമെങ്കിൽ നിങ്ങൾ ഗുരു ഗോവിന്ദ സിംഹനെ പോലെ ആകണം. നന്ദി, നമസ്കാരം.